अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय संभवामि युगे युगे। നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മഹാഭാരതം കിളിപ്പാട്ടിൻ്റെ പാരായണത്തിലെ 56-ാം ദിവസമായ ഇന്ന് ധൃതരാഷ്ട്രരെ, പാണ്ഡു തുടങ്ങിയവയുടെ ഉൽപ്പത്തിയെപ്പറ്റിയാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിചിത്രവീര്യനും ചിത്രാംഗതനും കുട്ടികളുണ്ടാവാതെ മരിച്ചു എന്നുള്ള കഥ നമ്മൾ കേട്ടു. അംബാലികയും അംബികയും അവിടെ രാജകൊട്ടാരത്തിലുണ്ട്. കുലം നിലനിർത്തുന്നതിന് വേണ്ടി ബ്രാഹ്മണരിൽ നിന്നും ഗർഭം സ്വീകരിക്കുക എന്നുള്ളത് പലപ്പോഴും ക്ഷത്രിയന്മാർ ചെയ്തിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ശ്രേഷ്ഠമായ ഗുരുവംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ച് ആ സത്യവതി ദേവി തൻ്റെ പുത്രനായ വേദവ്യാസനെ സ്മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ വേദവ്യാസൻ ജനിച്ച ഉടനെ അവിടുന്ന് പോകുമ്പോൾ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു, അമ്മ എപ്പോൾ വിചാരിച്ചാലും ഞാൻ അവിടെ എത്തി അമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ചു തരുന്നതാണ് എന്ന്. അങ്ങനെ ആ വേദവ്യാസ മഹർഷി അവിടെ എത്തിച്ചേർന്നു. തൻ്റെ അമ്മയെ തൊഴുതുകൊണ്ട് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചു. അപ്പം അമ്മ തൻ്റെ ആഗ്രഹം അവനോട് പ്രകടിപ്പിച്ചു. ഈ മഹത്തായ വംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എൻ്റെ സഹോദരപുത്രന്മാരിൽ നിന്ന് ഗർഭാധാനം ചെയ്യേണ്ടതുണ്ട്, ആ കുലം നിലനിർത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. വേദവ്യാസ മഹർഷി പറഞ്ഞു, സാധാരണ നിലയ്ക്ക് അത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എന്നെ ഏതെങ്കിലും സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാനും ഇങ്ങനെ സന്തതികളെ ഉണ്ടാക്കണമെന്നോ മറ്റോ ഒന്നും ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല. ധർമ്മം അനുസരിച്ച് ഒരു മഹർഷി എന്നുള്ള രീതിയിൽ എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഈ കേളികളിലൊന്നും ഏർപ്പെടാൻ എനിക്ക് പറ്റില്ല. എങ്കിലും അമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ച് തരാതെ പറ്റില്ലല്ലോ. അമ്മ എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അമ്മ പറഞ്ഞാൽ അനുസരിക്കുക എന്നുള്ളതാണ് മകൻ്റെ ധർമ്മം. അതുകൊണ്ട് അമ്മയുടെ സങ്കടം തീർക്കാൻ വേണ്ടി ഞാൻ വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കൃഷ്ണദ്വൈപായനൻ ആയ മഹർഷി വിഷ്ണു തന്നെയാണ് അങ്ങനെ വന്ന് ജനിച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള അദ്ദേഹം തൻ്റെ സഹോദരനായ വിചിത്രവീര്യൻ വിവാഹം കഴിച്ച അംബികയുടെ ഭവനത്തിലേക്ക് ആദ്യം കടന്നു ചെന്നു എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം തൻ്റെ വേഷം വളരെ കാണാനൊട്ടും ഭംഗിയില്ലാത്ത കൃഷ്ണ നിറം തന്നെയാണല്ലോ, കൃഷ്ണദ്വൈപായനനാണ്. അത് നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെയൊക്കെയുള്ളൊരു കറുപ്പല്ല, ഒരു കണ്ടാൽ ഒട്ടും ഇഷ്ടപ്പെടാൻ താല്പര്യമില്ലാത്ത കറുപ്പ് നിറം. പിന്നെ അല്പം ചില ദുർഗന്ധങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്.
അങ്ങനെയുള്ള അദ്ദേഹം അവിടെ ചെന്ന് ആ അംബികയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ പെട്ടെന്ന് അംബികയ്ക്കൊരു വലിയ വിഷമം തോന്നിയിട്ട് അംബിക 2 കണ്ണുകളും അടച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെ സ്വീകരിച്ചത് എന്ന് പറയുന്നു. എന്തായാലും അങ്ങനെ കണ്ണുകൾ അടച്ചുകൊണ്ട് അംബിക സ്വീകരിച്ചതുകൊണ്ട് അംബികയുടെ പുത്രൻ കണ്ണു കാണാത്തവനായി കുരുടനായിട്ട് മാറി എന്നാണ് പറയുന്നത്. വീണ്ടും അമ്മയുടെ അർത്ഥന അനുസരിച്ച് അംബാലികയുടെ ഗൃഹത്തിൽ വേറൊരു ദിവസം അദ്ദേഹം ചെന്നു. ഈ വേഷവും രൂപവുമൊക്കെ കണ്ടപ്പോൾ തൻ്റെ ജ്യേഷ്ഠത്തിക്കുണ്ടായ പോലെ തന്നെ കണ്ണുകൾ അടച്ചില്ലെങ്കിലും അവൾക്ക് വല്ലാത്ത ഒരു വിളറിച്ച വന്നു ചേർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വിളറി വെളുത്തു പോയതുകൊണ്ട് അവൾക്കുണ്ടായ പുത്രൻ പാണ്ഡുരോഗിയായിട്ടുള്ള മകനായിട്ട് വന്നു എന്ന് പറയുന്നു. ഇങ്ങനെ രണ്ടാമത്തെ മകനും അല്ലെങ്കിൽ രണ്ടാമത്തെ മകനും അംബികയുടെയും അംബാലികയുടെയും മക്കൾ ഒട്ടും രാജ്യഭരണത്തിന് അധികാരികളല്ലാത്തവരായ രീതിയിലാണ് എന്ന് കണ്ട് സത്യവതി വീണ്ടും ഒരിക്കൽ കൂടി ഒരു പുത്രനെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വ്യാസനോടും അവനു വേണ്ടി ആ പുത്രനെ സ്വീകരിക്കാൻ വേണ്ടി അംബികയോടും ആവശ്യപ്പെട്ടു എന്ന് പറയുകയാണ്. അങ്ങനെ വീണ്ടും അംബികയുടെ ഗൃഹത്തിലേക്ക് അദ്ദേഹം ചെന്നപ്പോൾ ആ അംബിക തൻ്റെ ഒരു ദാസിയെ വിളിച്ച് മനോഹരമായി ഒരുക്കി അവളെയാണ് ആ ശയ്യാഗൃഹത്തിലേക്ക് അയച്ചത് എന്ന് പറയുന്നു. അവളാകട്ടെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ മഹർഷിയെ സ്വീകരിച്ചു. അങ്ങനെ വേണ്ട പരിലാളനകളൊക്കെ അദ്ദേഹത്തിന് ചെയ്തു. അങ്ങനെ ആ ശൂദ്രയോനിയിൽ ആ ദാസിയിൽ ആണിമാണ്ഡവ്യൻ്റെ ശാപം കൊണ്ട് ആ ധർമ്മരാജാവ് സ്വയം വിദുരനായി വന്ന് ജനിച്ചു എന്ന് പറയുന്നു. ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ജനമേജയൻ ചോദിക്കുകയാണ് ശമ്പായനോട്, എന്തുകൊണ്ടാണ് ആ മാണ്ഡവ്യ മഹർഷി ആ യമധർമ്മരാജാവിനെ ശപിച്ചത്? അതിന് ഉള്ള ഉത്തരം ആയിട്ട് പിന്നീട് ആ ജനമേജയനോട് വൈശമ്പായനൻ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് സുതൻ ശൗനകാദികളോട് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.